ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പ്രീവിയസ് പാർട്ടുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതായത് ടോട്ടൽ എനർജി എന്താണ്, കൺസേർവ്ഡ് ആണ്. പക്ഷേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരു പ്രോസസ്സ് ഒക്കർ ചെയ്യുന്ന ഡയറക്ഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നില്ല, എൻഷുർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡയറക്ഷനെ പറ്റി പറയുന്നില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹോട്ട് കോഫി കപ്പാണ്. ഒരു കപ്പിൽ ഹോട്ട് കോഫി ഉണ്ട്, അതാണ് നമ്മുടെ സിസ്റ്റം. അങ്ങനെ ഒരു കപ്പിൽ ഒരു ഹോട്ട് കോഫി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക്, അതായത് ഈ കപ്പിൽ നിന്ന് സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഫൈനലി കോഫിയുടെ ടെമ്പറേച്ചർ എന്താവും? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് ഈക്വൽ ആകും. അതായത് എന്താണ്, ടോട്ടൽ എനർജി അവിടെ കൺസേർവ്ഡ് ആണ്. സിസ്റ്റത്തിൽ നിന്ന് റിജക്ട് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിന് റിസീവ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. പക്ഷെ തിരിച്ച് ഈ സിസ്റ്റം സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യില്ല, കോഫി ഹീറ്റ് ആവില്ല. അതായത് റിവേഴ്സ് എന്തല്ല ഇവിടെ പോസിബിൾ അല്ല, റിവേഴ്സ് പ്രോസസ്സ് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്രോസസ്സ് ഒക്കെ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ലോ എന്ത് പറയുന്നില്ല, ഈ ഡയറക്ഷനെ പറ്റിയിട്ട് പറയുന്നില്ല. ഈ ഡയറക്ഷനെ പറ്റിയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഡയറക്ഷനെ ഡിസൈഡ് ചെയ്യുന്ന ലോ ആണെന്ത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇലക്ട്രിക് ഹീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഹീറ്റിംഗ് കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഹീറ്റിംഗ് കോയിൽ ഹീറ്റ് ചെയ്യും, സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഹീറ്റ് ചെയ്യും. പക്ഷെ തിരിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു ഹീറ്റിംഗ് കോയിലിലേക്ക് ഹീറ്റ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കില്ല? അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യില്ല, ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതായത് റിവേഴ്സ് എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ ഒരു പ്രോസസ്സിന് ഒക്കർ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്ന ലോ ആണെന്ത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി നെക്സ്റ്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എനർജി ക്വാണ്ടിറ്റി ബേസിസിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ എനർജി എന്താണ്, കൺസേർവ്ഡ് ആണ്. പക്ഷേ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എനർജി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ബേസിലാണ്. അതായത് ഹയർ ഗ്രേഡ് എനർജി ഉണ്ട്, ലോവർ ഗ്രേഡ് എനർജി ഉണ്ട്. ഹയർ ഗ്രേഡ് എനർജിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോവർ ഗ്രേഡ് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ച് ലോവർ ഗ്രേഡ് എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് ഹയർ ഗ്രേഡ് എനർജി ആയിട്ട് മാറ്റാൻ പറ്റില്ല. ഹീറ്റ് ഒരു ലോവർ ഗ്രേഡ് എനർജിയും വർക്ക് എന്താണ്, ഒരു ഹയർ ഗ്രേഡ് എനർജിയാണ്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു പ്രോസസ്സ് ഒക്കർ ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സാറ്റിസ്ഫൈ ചെയ്യണം, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്, ഒരു പ്രോസസ്സ് ഒക്കർ ചെയ്യാനുള്ള ഡയറക്ഷനും പിന്നെ എനർജിയുടെ ക്വാളിറ്റി. ഈ പ്രോസസ്സ് ഒക്കർ ചെയ്യാനുള്ള ഡയറക്ഷൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എൻട്രോപ്പി എന്നുള്ള കൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ലോ, ലോ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി, ഡയറക്ഷൻ ലോ ഇങ്ങനെയും പറയാറുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മറ്റു പേരുകളാണ് ക്വാളിറ്റേറ്റീവ് ലോ, ലോ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി, ഡയറക്ഷണൽ ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എനർജിയുടെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റേറ്റീവ് ബേസിസിലാണ് പറയുന്നത്. എനർജി ഹൈ ഗ്രേഡ് എനർജി ഉണ്ട്, ലോവർ ഗ്രേഡ് എനർജി ഉണ്ട്. വർക്ക് എന്താണ്, ഒരു ഹൈ ഗ്രേഡ് എനർജിയാണ്. ഹീറ്റ് ലോ ഗ്രേഡ് എനർജിയാണ്. അപ്പോൾ എന്താ അത് പറയുന്നത്, വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഹീറ്റിനെ തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ്, തെർമൽ എനർജി റിസർവോയർ. തെർമൽ എനർജി റിസർവോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് തെർമൽ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ ലാർജ് തെർമൽ എനർജി കപ്പാസിറ്റി ഉള്ള ഹൈപ്പോത്തറ്റിക്കൽ ബോഡീസിനെയാണ് തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുന്നത്. ഹൈ തെർമൽ എനർജി കപ്പാസിറ്റി ഉള്ള ഹൈപ്പോത്തറ്റിക്കൽ ബോഡീസ് ആണ് എന്ത്, തെർമൽ എനർജി റിസർവോയർ. അതായത് ആ റിസർവോയറിന് ഒരു പർട്ടിക്കുലർ ഹീറ്റ് അബ്സോർബ് ചെയ്താലോ, അല്ലെങ്കിൽ ആ ഒരു റിസർവോയറിലേക്ക് ഒരു പർട്ടിക്കുലർ ഹീറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലോ എന്ത് സംഭവിക്കില്ല, അതിന്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുന്നത്. ലാർജ് തെർമൽ എനർജി കപ്പാസിറ്റി ഉള്ള ഹൈപ്പോത്തറ്റിക്കൽ ബോഡീസ് ആണ് എന്ത്, തെർമൽ എനർജി റിസർവോയർ. ഈ തെർമൽ എനർജി റിസർവോയറിനെ നമുക്ക് സോഴ്സ് എന്നും സിങ്ക് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ എനർജി സപ്ലൈ ചെയ്യുന്ന തെർമൽ എനർജി റിസർവോയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന
എനർജി റിസർവോയർ ആണ് എന്ത്? സോഴ്സ്. ഹീറ്റ് റിസീവ് ചെയ്യുന്ന എനർജി റിസർവോയർ ആണ് എന്ത്? സിങ്ക് എന്ന് പറയുന്നത്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് റിസീവ് ചെയ്യുന്ന എനർജി റിസർവോയർ ആണ് സിങ്ക്. സോഴ്സ് എന്താണ്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന റിസർവോയർ ആണ് സിങ്ക്. ഹീറ്റ് റിസീവ് ചെയ്യുന്ന റിസർവോയർ. നെക്സ്റ്റ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റുകളാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റും. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റും ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഡിഫറെന്റ് വേർഡ്സിലുള്ള രണ്ട് ഐഡന്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റും. ഇതിൽ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹീറ്റിനെ വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് എഞ്ചിനെ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ, അതായത് ഒരു സോഴ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹീറ്റ് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റിമൈനിങ് ഹീറ്റിനെ ലോ ടെമ്പറേച്ചർ റിസർവോയർ അല്ലെങ്കിൽ സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഹീറ്റ് റിസീവ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ട് എന്ത് ചെയ്യുന്നു? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റിമൈനിങ് ഹീറ്റ് ലോവർ ടെമ്പറേച്ചർ സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതൊരു സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ്? ഹീറ്റ് റിസീവ്ഡ് ഫ്രം ഹയർ ടെമ്പറേച്ചർ സോഴ്സ്, അതായത് QH. പിന്നെന്താണ്? ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ടു ലോവർ ടെമ്പറേച്ചർ സോഴ്സ്, അതായത് QL. അപ്പൊ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? QH മൈനസ് QL-ന് ഈക്വൽ ആയിരിക്കും. ഹീറ്റ് എഞ്ചിന്റെ കേസിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു QH മൈനസ് QL. അതായത് ഹയർ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് റിസീവ് ചെയ്ത ഹീറ്റ് മൈനസ് ലോവർ ടെമ്പറേച്ചർ സോഴ്സിലേക്ക് റിജക്ട് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിന്റെ കേസിൽ. ഇനി ഹീറ്റ് എഞ്ചിന്റെ പെർഫോമൻസ് നമ്മൾ പറയുന്നത് അതിന്റെ തെർമൽ എഫിഷ്യൻസിയുടെ ടേമിലാണ്. ഹീറ്റ് എഞ്ചിന്റെ പെർഫോമൻസ് പറയുന്ന ടേംസ് ആണ് എന്ത്? തെർമൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് ഇൻപുട്ട്. തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് ഇൻപുട്ട്. നമുക്കറിയാം, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? QH മൈനസ് QL. ടോട്ടൽ ഹീറ്റ് ഇൻപുട്ട് ഏതാണ്? ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഹീറ്റ്, അതായത് QH. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെർമൽ എഫിഷ്യൻസി എങ്ങനെ എഴുതാം? ഈറ്റ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ QH എന്ന് എഴുതാം. W ഡിവൈഡഡ് ബൈ QH എന്ന് എഴുതാം. ഇനി ഈ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? QH മൈനസ് QL ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എങ്ങനെ എഴുതാം? ഈറ്റ ഈസ് ഈക്വൽ ടു QH മൈനസ് QL ഡിവൈഡഡ് ബൈ QH എന്ന് എഴുതാം. ഫൈനലി നമുക്ക് തെർമൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എങ്ങനെ എഴുതാം? ഈറ്റ തെർമൽ എഫിഷ്യൻസി ഈറ്റ തെർമൽ ഈസ് ഈക്വൽ ടു 1 മൈനസ് QL ബൈ QH എന്ന് എഴുതാം. ഈറ്റ TH ഈസ് ഈക്വൽ ടു 1 മൈനസ് QL ബൈ QH. ഇതാണ് ഹീറ്റ് എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്, ഓർത്തു വെക്കണം. ഇവിടെ ഈ കേസിൽ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിലാണെങ്കിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിലാണ്, അതായത് റിവേഴ്സിബിൾ എഞ്ചിൻ ആണെങ്കിലും ഇറിവേഴ്സിബിൾ എഞ്ചിൻ ആണെങ്കിലും ഈ ഇക്വേഷൻ എന്താണ്? വാലിഡ് ആണ്. തെർമൽ എഫിഷ്യൻസിയുടെ ഈ ഇക്വേഷൻ റിവേഴ്സിബിൾ എഞ്ചിന്റെ കേസിലും ഇറിവേഴ്സിബിൾ എഞ്ചിന്റെ കേസിലും എന്താണ്? വാലിഡ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഹീറ്റ് എഞ്ചിൻ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനി ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ എ സൈക്കിൾ ടു റിസീവ് ഹീറ്റ് ഫ്രം എ സിംഗിൾ റിസർവോയർ ആൻഡ് പ്രൊഡ്യൂസ് എ നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. അതായത് ഒരു സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഒരു സിംഗിൾ റിസർവോയറിൽ നിന്ന് മാത്രം ഹീറ്റ് റിസീവ് ചെയ്ത് ഈക്വലന്റ് എമൗണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൈക്ലിക് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഒരു സിംഗിൾ റിസർവോയറിൽ നിന്ന് ഹീറ്റ് റിസീവ് ചെയ്ത് ഈക്വലന്റ് എമൗണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിബിൾ ആണ്.
ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലോയുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു സിംഗിൾ റിസർവോയറിൽ നിന്ന് ഹീറ്റ് റിസീവ് ചെയ്ത് ഈക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഹീറ്റ് എഞ്ചിനിൽ എന്താണ്, ഒരു ഹയർ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് ഹീറ്റ് റിസീവ് ചെയ്യുന്നു, അതിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, റിമൈനിങ് ഒരു ലോവർ ടെമ്പറേച്ചർ സോഴ്സിലേക്ക് റിജക്ട് ചെയ്യുന്നു. ഇനി ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PMMM2 അല്ലെങ്കിൽ പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ റിസർവോയറിന് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് റിസീവ് ചെയ്തിട്ട് ഈക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PMMM2 എന്ന് പറയുന്നത്. ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. സെക്കൻഡ് ലോ വയലേറ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ റിസർവോയറിന് കണ്ടിന്യൂസ്ലി ഹീറ്റ് അബ്സോർവ് ചെയ്ത് ഈക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്ത്? PMMM2. ഇത് ഇമ്പോസിബിൾ ആണ്, സെക്കൻഡ് ലോ വയലേറ്റ് ചെയ്യുന്ന ഡിവൈസ്. ഇനി നെക്സ്റ്റ് ഡിവൈസ് റെഫ്രിജറേറ്റർ. നമ്മൾ ഹീറ്റ് എഞ്ചിൻ പറഞ്ഞു, ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്ത് പർട്ടിക്കുലർ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിന്റെ നേരെ റിവേഴ്സ് ആണ്. അതായത് റെഫ്രിജറേറ്ററിന്റെ പർപ്പസ് എന്താണ്? ഒരു പർട്ടിക്കുലർ സ്പേസിനെ ലോ ടെമ്പറേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? റെഫ്രിജറേറ്ററിന്റെ പർപ്പസ്. അപ്പോൾ റെഫ്രിജറേറ്ററിൽ ചെയ്യുന്നത് ഒരു ലോ ടെമ്പറേച്ചർ സ്പേസിൽ നിന്ന് ഹീറ്റ് റിസീവ് ചെയ്ത് ഹയർ ടെമ്പറേച്ചർ സ്പേസിലേക്ക് റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലോ ടെമ്പറേച്ചർ മീഡിയത്തിൽ നിന്ന് ഹീറ്റ് റിസീവ് ചെയ്ത് ഹയർ ടെമ്പറേച്ചർ മീഡിയത്തിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു റിക്വയർഡ് വർക്ക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. റെഫ്രിജറേറ്ററിൽ ഒരു പർട്ടിക്കുലർ വർക്ക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ലോ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് ഹയർ ടെമ്പറേച്ചർ റീജിയനിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റെഫ്രിജറേറ്ററിന്റെ കേസിൽ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ലോ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിന്റെ കേസിൽ. റിക്വയർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ് വർക്ക് ഇൻപുട്ടിനെയാണ് റിക്വയർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹീറ്റ് എഞ്ചിന്റെ പെർഫോമൻസ് പറഞ്ഞത് തെർമൽ എഫിഷ്യൻസിയുടെ ടേംസിലാണെങ്കിൽ റെഫ്രിജറേറ്ററിന്റെയും ഹീറ്റ് പമ്പിന്റെയും പെർഫോമൻസ് പറയുന്നത് COP അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ള ഒരു ടേമിലാണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ റെഫ്രിജറേറ്ററിന്റെ കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഡിസൈർഡ് ഔട്ട്പുട്ട് ടു റിക്വയർഡ് ഇൻപുട്ട്. ഡിസൈർഡ് ഔട്ട്പുട്ട് ബൈ റിക്വയർഡ് ഇൻപുട്ട് ആണ് എന്ത്? COP അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഇവിടെ റെഫ്രിജറേറ്ററിന്റെ കേസിൽ ഡിസൈർഡ് ഔട്ട്പുട്ട് എന്താണ്? QL ആണ്, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലോവർ ടെമ്പറേച്ചർ റീജിയൻ ആണ് എന്ത്? ഡിസൈർഡ് ഔട്ട്പുട്ട്. റിക്വയർഡ് ഇൻപുട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഇൻപുട്ട് ആണ് റിക്വയർഡ് ഇൻപുട്ട്. അപ്പോൾ COP എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? QL ബൈ വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ W നെറ്റ് ഇൻപുട്ട് എന്ന് എഴുതാം. QL ബൈ W നെറ്റ് ഇൻ ആണ് എന്ത്? COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇനി നെറ്റ് വർക്ക് ഇൻപുട്ടിന് എന്തിന് ഈക്വൽ ആയിരിക്കും? QH മൈനസ് QLന് ഈക്വൽ ആയിരിക്കും. ഹയർ ടെമ്പറേച്ചർ സോഴ്സിലേക്ക് റിജക്ട് ചെയ്ത ഹീറ്റ് മൈനസ് ലോവർ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്? നെറ്റ് വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് വർക്ക് ഇൻപുട്ട് ഇസ് ഈക്വൽ ടു QH മൈനസ് QL ആണ്. അതുകൊണ്ട് തന്നെ COP ഓഫ് റെഫ്രിജറേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? QL ഡിവൈഡഡ് ബൈ QH മൈനസ് QL എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു QL ഡിവൈഡഡ് ബൈ QH മൈനസ് QL. ഈ COP ഓഫ് റെഫ്രിജറേറ്റർ എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡിവൈസ് ഹീറ്റ് പമ്പ്. നമ്മൾ റെഫ്രിജറേറ്റർ പറഞ്ഞു. എന്തായിരുന്നു റെഫ്രിജറേറ്ററിന്റെ പർപ്പസ്? ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് റെഫ്രിജറേറ്ററിന്റെ പർപ്പസ്. അതേസമയം ഹീറ്റ് പമ്പിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനെ ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ഹീറ്റ് പമ്പിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ ഹീറ്റ് റിജക്ട് ചെയ്യും. ഇത് തന്നെയാണ് ഹീറ്റ് പമ്പിൽ നടക്കുന്നത്. പക്ഷേ റെഫ്രിജറേറ്ററുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്താണ്? ഹീറ്റ് പമ്പിൽ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
ഹയർ ടെമ്പറേച്ചർ സോഴ്സിലേക്ക് റിജക്ട് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് QH ഈക്വൽ ആയിരിക്കും. ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QH ആണ്. നമ്മൾ റെഫ്രിജറേറ്ററിന്റെ കേസിൽ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? QL അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചർ സിങ്കിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് ആണ്. ഇവിടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? QH ആണ്. ഇങ്ങനെ ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ റീജിയനിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിക്വയർഡ് വർക്ക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. ഹീറ്റ് പമ്പിന്റെ കേസിലും നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ടേംസിലാണ്. ഹീറ്റ് പമ്പിന്റെ കേസിൽ നമ്മൾ പെർഫോമൻസ് പറയുന്നത് എന്തിനാണ്? COP അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നാണ്. അപ്പോൾ ഹീറ്റ് പമ്പിന്റെ COP എന്ന് പറയുന്നത് ഡിസൈഡ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ റിക്വയർഡ് ഇൻപുട്ട് ആണ്. ഇവിടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്താണ്? QH ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് പമ്പിന്റെ COP നമുക്ക് എന്ത് എഴുതാം? COP is equal to QH divided by QH minus QL. നെറ്റ് വർക്ക് ഇൻപുട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? QH മൈനസ് QL ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ COP നമുക്ക് എങ്ങനെ എഴുതാം? QH divided by QH minus QL. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ മറ്റൊരു റിലേഷൻ കൂടി ഓർത്ത് വെക്കണം. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. QL ഉം QH ഉം സെയിം ആണെങ്കിൽ COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? COP ഓഫ് ഹീറ്റ് പമ്പ് എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. അതായത് COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. റെഫ്രിജറേറ്ററിന്റെ COP 1നേക്കാൾ കൂടുതലോ കുറവോ ആവാം. പക്ഷേ ഹീറ്റ് പമ്പിന്റെ COP എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഈ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും വർക്ക് ചെയ്യുന്നത് ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് ലോയുടെ ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇതാണ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ എ സൈക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് നോ ഇഫക്റ്റ് അതർ ദാൻ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ലോവർ ടെമ്പറേച്ചർ ബോഡി ടു ഹയർ ടെമ്പറേച്ചർ ബോഡി. അതായത് ലോവർ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ മാത്രം ചെയ്യുന്ന ഒരു ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വർക്ക് ഇൻപുട്ടും ഇല്ലാതെ, അതാണ് നോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു വർക്ക് ഇൻപുട്ടും ഇല്ലാതെ ലോവർ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സൈക്ലിക് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്. ഇതാണ് ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും വർക്ക് ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു നെറ്റ് വർക്ക് ഇൻപുട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ലോവർ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്ലോസിയസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തായിരുന്നു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോസസ്സ് സെയിം പ്രോസസ് പാത്തിലൂടെ റിവേഴ്സ് ചെയ്യുമ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് പ്രോസസ്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രിക്ഷൻലെസ് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. സിസ്റ്റവും സറൗണ്ടിങ്ങും പ്രോസസ്സ് സെയിം പ്രോസസ് പാത്തിലൂടെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് പ്രോസസ് ആണ് എന്ത്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻലെസ് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. ഒരു പ്രോസസ്സുകളും എന്തല്ല? റിവേഴ്സിബിൾ പ്രോസസ്സ് അല്ല. അതായത് ഫ്രിക്ഷൻലെസ് പ്രോസസ്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. നമുക്ക് വേറെ എന്തുകൂടി പറയാം? എല്ലാ സ്പോണ്ടാനിയസ് പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. ഇനി ഈ റിവേഴ്സിബിൾ പ്രോസസ്സിനെ തന്നെ നമുക്ക് ഇന്റേണലി റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും എക്സ്റ്റേണലി റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും രണ്ടായിട്ട് പറയാം. ഇതിൽ നമ്മളൊരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റം മാത്രം ചേഞ്ച് ഇല്ലാതെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണലി റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണലി റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഒരു എക്സ്റ്റേണലി റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കാർനോട്ട് സൈക്കിളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്
ഒരു ഐഡിയൽ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിളാണ്. 4 റിവേഴ്സിബിൾ പ്രോസസ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിളാണ് എന്ത്? കാർനോട്ട് സൈക്കിൾ. ഈ കാർനോട്ട് സൈക്കിളിലുള്ള 4 റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, സെക്കൻഡ് വൺ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, തേർഡ് വൺ ഐസോതെർമൽ കംപ്രഷൻ, ഫോർത്ത് വൺ റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സുകൾ എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. കാർനോട്ട് സൈക്കിളിന്റെ പി വി ഡയഗ്രമാണ് ഈ തന്നിരിക്കുന്നത്. പി വി ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് കാർനോട്ട് സൈക്കിളിലെ 4 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്: ഐസോതെർമൽ എക്സ്പാൻഷൻ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സുകൾ ചേർന്നാണ് എന്ത്? ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ തന്നിരിക്കുന്നത് കാർനോട്ട് സൈക്കിളിന്റെ TS ഡയഗ്രമാണ്, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഇനി നെക്സ്റ്റ് ഈ കാർനോട്ട് സൈക്കിളിലുള്ള ഡിഫറെന്റ് പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഒരു പെർഫെക്റ്റ് ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുന്ന പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് സിസ്റ്റം. ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ ഒരു പെർഫെക്റ്റ് ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുന്ന പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. നമുക്കറിയാം കാർനോട്ട് സൈക്കിളിലുള്ള ആദ്യത്തെ പ്രോസസ് എന്താണ്? റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇനീഷ്യലി സിസ്റ്റം സ്റ്റേറ്റ് 1-ലാണെന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് 1-ൽ നിന്ന് സിസ്റ്റം ഐസോതെർമലി സ്റ്റേറ്റ് 2-ലേക്ക് എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ട് എനർജി സോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഹോട്ട് എനർജി സോഴ്സിൽ നിന്നും ഹീറ്റ് QH ഹീറ്റ് നമ്മുടെ ഗ്യാസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് എത്രയായിരിക്കും? ഈ ഹോട്ട് എനർജി സോഴ്സിന്റെ ടെമ്പറേച്ചർ TH ആയിരിക്കും സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ. ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ പ്രോസസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഈ ഐസോതെർമൽ പ്രോസസ് എന്തായിരിക്കും? വെരി സ്ലോ പ്രോസസ് ആയിരിക്കും. കാർനോട്ട് സൈക്കിളിലെ ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്ലോ പ്രോസസ് ആണ്. ഇവിടെ ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0 ആയതുകൊണ്ട് നമുക്കറിയാം ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ ആണ്. ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0 ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ എന്തിന് ഈക്വൽ ആയിരിക്കും? വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്, റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. സിസ്റ്റം സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. സിസ്റ്റം സ്റ്റേറ്റ് 2-ൽ നിന്ന് സ്റ്റേറ്റ് 3-ലേക്ക് റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടക്കുന്നു. അതിന് ഇവിടെ നമ്മൾ ഈ സിലിണ്ടർ ഹെഡ് ഒരു ഇൻസുലേറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സിലിണ്ടർ ഹെഡിലെ വാള് ഇൻസുലേറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എത്രയായിരിക്കും? സിസ്റ്റത്തിലേക്ക് ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് പിസ്റ്റൺ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നത് എന്തിന്റെ എക്സ്പെൻസിലായിരിക്കും? ഇന്റേണൽ എനർജിയുടെ എക്സ്പെൻസിലായിരിക്കും. അതായത് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം TH-ൽ നിന്ന് TL-ലേക്ക് റെഡ്യൂസ് ചെയ്യും. ഇന്റേണൽ എനർജി റെഡ്യൂസ് ചെയ്യും, ടെമ്പറേച്ചർ TH-ൽ നിന്ന് TL-ലേക്ക് റെഡ്യൂസ് ചെയ്യും. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്, അഡിയബാറ്റിക് പ്രോസസ് ആണ്, അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോസസ് എന്തായിരിക്കണം? വെരി ഫാസ്റ്റ് പ്രോസസ് ആയിരിക്കണം. റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഫാസ്റ്റ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ക്വിക്ക് പ്രോസസ് ആണ്. ഇതിനെ നമുക്ക് എന്തുകൂടി പറയാം? ഐസെൻട്രോപിക് പ്രോസസ് എന്ന് കൂടി പറയാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനി നെക്സ്റ്റ് പ്രോസസ് എന്താണ്? റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ. റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷനിൽ സിസ്റ്റം സ്റ്റേറ്റ് 3-ൽ നിന്ന് സ്റ്റേറ്റ് 4-ലേക്ക് ഐസോതെർമലി കംപ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ സിലിണ്ടർ ഹെഡിലെ ഇൻസുലേറ്റർ റീപ്ലേസ് ചെയ്ത് ഒരു ലോ എനർജി സിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് പിസ്റ്റൺ ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് QL ഹീറ്റ് ഈ സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സിസ്റ്റത്തിൽ നിന്ന് QL ഹീറ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ TL-ന് ഈക്വൽ ആയിരിക്കും. സിസ്റ്റം ഐസോതെർമലി സ്റ്റേറ്റ് 3-ൽ നിന്ന് സ്റ്റേറ്റ് 4-ലേക്ക് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. നമ്മൾ സിലിണ്ടർ ഹെഡിൽ ഇൻസുലേറ്റർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്താവും?
സീറോ, ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആവുന്നു. അതുകൊണ്ട് തന്നെ പിസ്റ്റൺ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ TL നിന്ന് THലേക്ക് ഇൻക്രീസ് ചെയ്യും. അവിടെ റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ TL നിന്ന് THലേക്ക്, അതായത് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 4 പ്രോസസ്സുകൾ ചേർന്നാണ് എന്ത് ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സുകൾ ചേർന്നാണ് എന്ത് ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. കാർനോട്ട് സൈക്കിൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇമ്പോസിബിൾ സൈക്കിളാണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? വെരി സ്ലോ പ്രോസസ് ആണ്. നെക്സ്റ്റ് പ്രോസസ് എന്താണ്? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. അത് ക്വിക്ക് പ്രോസസ് ആണ്. അതായത് ഒരു വളരെ സ്ലോ പ്രോസസ് കഴിഞ്ഞ് ഉടനെയുള്ള പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വെരി ക്വിക്ക് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രാക്ടിക്കൽ സൈക്കിൾ അല്ല. അതുകൂടാതെ കാർനോട്ട് സൈക്കിളിലുള്ള എല്ലാ പ്രോസസ്സുകളും എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സുകളുമാണ്. റിവേഴ്സിബിൾ പ്രോസസ്സും എന്തല്ല, ഒരു പ്രാക്ടിക്കൽ കണ്ടീഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർനോട്ട് സൈക്കിൾ എന്താണ്? ഒരു ഇമ്പോസിബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു സൈക്കിൾ അല്ല എന്ത് കാർനോട്ട് സൈക്കിൾ. ഇനി നമുക്കറിയാം ഏരിയ അണ്ടർ PV ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ്. ഇവിടെ കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ ഏരിയ അണ്ടർ PV ഡയഗ്രാം, അതായത് കർവ് 1, 2, 3, ഏരിയ അണ്ടർ കർവ് 1, 2, 3 എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. അതായത് എക്സ്പാൻഷനിലെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ് എന്ത്? ഏരിയ അണ്ടർ കർവ് 1, 2 and 3. അതുപോലെ ഏരിയ അണ്ടർ കർവ് 3, 4, 1 എന്താണ്? വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്. ഡ്യൂറിങ് കംപ്രഷനിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണ് എന്ത്? ഏരിയ അണ്ടർ കർവ് 3, 4, 1. ഇനി നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് സൈക്ലിക് പാത്ത്. ഈ സൈക്ലിക് പാത്തിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ടോട്ടൽ ഏരിയ ആയിരിക്കും എന്ത്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ എൻക്ലോസ്ഡ് ബൈ സൈക്ലിക് പാത്താണ് എന്ത്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കാർനോട്ട് സൈക്കിൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ അല്ല, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിൾ. എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്? നമുക്കറിയാം കാർനോട്ട് സൈക്കിളിൽ 4 റിവേഴ്സിബിൾ പ്രോസസ്സുകൾ ചേർന്നാണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ. ഇങ്ങനെ 4 റിവേഴ്സിബിൾ പ്രോസസ്സുകൾ ചേർന്നാണ് എന്ത് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രിക്ഷൻലെസ് പ്രോസസ്സുകളാണ്. പ്രാക്ടിക്കലി ഫ്രിക്ഷൻലെസ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൂടാതെ ഈ കാർനോട്ട് സൈക്കിളിൽ ഐസോതെർമൽ പ്രോസസ്സിന് ശേഷം വരുന്നത് എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ഐസോതെർമൽ എക്സ്പാൻഷന് ശേഷം ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, അതിനുശേഷം ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ ഐസെൻട്രോപിക് കംപ്രഷൻ. ഇതിൽ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്ലോ പ്രോസസ് ആണ്. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് ക്വിക്ക് പ്രോസസ് ആണ്. അതായത് ഒരു സ്ലോ പ്രോസസ്സിന് ശേഷം ഒരു ക്വിക്ക് പ്രോസസ് ആണ് എന്തിൽ വരുന്നത്? കാർനോട്ട് സൈക്കിളിൽ വരുന്നത്. അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കാർനോട്ട് സൈക്കിൾ എന്തല്ല? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ അല്ല. ഇതാണ് കാർനോട്ട് സൈക്കിൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ അല്ല എന്ന് പറയുന്നതിനുള്ള റീസൺസ്. ഇനി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലിമിറ്റിനിടയിൽ വർക്ക് ചെയ്യുന്ന സൈക്കിൾസിൽ മാക്സിമം എഫിഷ്യൻസി എന്തിനായിരിക്കും? കാർനോട്ട് സൈക്കിളിലായിരിക്കും. അതായത് ഹീറ്റ് എഞ്ചിൻ ആണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹീറ്റ് എഞ്ചിൻസിലും കാർനോട്ട് എഞ്ചിനായിരിക്കും എന്ത്? മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവും. ഗിവൺ ടെമ്പറേച്ചർ ലിമിറ്റിലെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനായിരിക്കും? കാർനോട്ട് സൈക്കിളിനായിരിക്കും. ഒരു പർട്ടിക്കുലർ ഗിവൺ ടെമ്പറേച്ചർ ലിമിറ്റിലെ മാക്സിമം എഫിഷ്യൻസി എപ്പോഴും കാർനോട്ട് എഞ്ചിനിലായിരിക്കും അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിളിലായിരിക്കും. അതായത് നമ്മളൊരു പർട്ടിക്കുലർ എഞ്ചിൻ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന്റെ എഫിഷ്യൻസി എപ്പോഴും എന്തായിരിക്കും? കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിനേക്കാൾ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് കാർനോട്ട് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കാർനോട്ട് തിയറം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാർനോട്ട് തിയറം എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ പോയിന്റ്, വേരിയസ് സൈക്കിൾ വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടെമ്പറേച്ചർ ലിമിറ്റ് നൺ ഹാസ് ദ എഫിഷ്യൻസി ഗ്രേറ്റർ ദാൻ റിവേഴ്സിബിൾ സൈക്കിൾ എഫിഷ്യൻസി. അതായത് സെയിം ടെമ്പറേച്ചർ ലിമിറ്റിനിടയിൽ ഡിഫറെന്റ് സൈക്കിൾസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ഗ്രേറ്റർ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതിനായിരിക്കും? റിവേഴ്സിബിൾ സൈക്കിളിനായിരിക്കും. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഹീറ്റ് എഞ്ചിൻ തന്നിട്ടുണ്ട്. ഹീറ്റ് എഞ്ചിൻ 1, ഹീറ്റ് എഞ്ചിൻ 2, ഹീറ്റ് എഞ്ചിൻ 3. ഇതിൽ ഈ 3 ഹീറ്റ് എഞ്ചിനും വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് THനും TLും ആണ്. THും TLും ആണ് ടെമ്പറേച്ചർ ലിമിറ്റ്. ഹയർ ടെമ്പറേച്ചർ റിസർവോയറിന്റെ
ടെമ്പറേച്ചർ TH ഉം ലോവർ ടെമ്പറേച്ചർ റിസർവോയറിന്റെ ടെമ്പറേച്ചർ TL ഉം. ഈ രണ്ട് ടെമ്പറേച്ചർ ലിമിറ്റിനിടയിലാണ് ഈ 3 ഹീറ്റ് എഞ്ചിനും വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഹീറ്റ് എഞ്ചിൻ 1 ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്, ഹീറ്റ് എഞ്ചിൻ 2 റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്, ഹീറ്റ് എഞ്ചിൻ 3 റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം എഫിഷ്യൻസി എപ്പോഴും ഏതിനായിരിക്കും? റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻസിലായിരിക്കും. അതായത് 1ഉം 2ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1ന്റെ എഫിഷ്യൻസി എപ്പോഴും 2യുടെ എഫിഷ്യൻസിയേക്കാൾ കുറവായിരിക്കും. കാരണം എന്താണ്? 1 ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്, 2 റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് എഞ്ചിൻ 1ന്റെ തെർമൽ എഫിഷ്യൻസി ഹീറ്റ് എഞ്ചിൻ 2യുടെ തെർമൽ എഫിഷ്യൻസിയേക്കാൾ കുറവായിരിക്കും, സെയിം ടെമ്പറേച്ചർ ലിമിറ്റിനിടയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് എഞ്ചിൻ ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, തെർമൽ എഫിഷ്യൻസി ഓഫ് റിവേഴ്സിബിൾ സൈക്കിൾ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ലിമിറ്റ്. അതായത് ഒരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ തെർമൽ എഫിഷ്യൻസി അതിന്റെ ടെമ്പറേച്ചർ ലിമിറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വർക്കിംഗ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ ഹീറ്റ് എഞ്ചിൻ 2ഉം ഹീറ്റ് എഞ്ചിൻ 3ഉം കൺസിഡർ ചെയ്യുക. ഇവിടെ ഇത് രണ്ടും വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ ലിമിറ്റ് എന്താണ്? TH ഉം TL ഉം. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എഞ്ചിൻ 2യുടെ തെർമൽ എഫിഷ്യൻസിയും ഹീറ്റ് എഞ്ചിൻ 3യുടെ തെർമൽ എഫിഷ്യൻസിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താണ്? റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ടെമ്പറേച്ചർ ലിമിറ്റ് മാത്രമാണ്. റിവേഴ്സിബിൾ സൈക്കിളിന്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ലിമിറ്റിനെ മാത്രമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഒരു റിവേഴ്സിബിൾ സൈക്കിള് സെയിം ടെമ്പറേച്ചർ ലിമിറ്റിനിടയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫിഷ്യൻസി സെയിം ആയിരിക്കും. രണ്ട് റിവേഴ്സിബിൾ സൈക്കിള് സെയിം ടെമ്പറേച്ചർ ലിമിറ്റിനിടയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് കാർനോട്ട് പ്രിൻസിപ്പിൾസ് പറയുന്നത്. സെയിം ടെമ്പറേച്ചർ ലിമിറ്റിനിടയിൽ വർക്ക് ചെയ്യുന്ന സൈക്കിൾസിൽ മാക്സിമം എഫിഷ്യൻസി ഏതിനായിരിക്കും? റിവേഴ്സിബിൾ സൈക്കിളിലായിരിക്കും. അതുപോലെ സെയിം ടെമ്പറേച്ചർ ലിമിറ്റിനിടയിൽ വർക്ക് ചെയ്യുന്ന റിവേഴ്സിബിൾ സൈക്കിളിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നെക്സ്റ്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യാത്ത ടെമ്പറേച്ചർ സ്കെയിലിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഒരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ എപ്പോഴും തെർമൽ എഫിഷ്യൻസി, റിവേഴ്സിബിൾ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസി അതിന്റെ ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആയിരിക്കും, റിസർവോയർ ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. റിവേഴ്സിബിൾ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസി റിസർവോയർ ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. നമുക്കറിയാം ഒരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസി, ഇപ്പോൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ അതിന്റെ തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? 1 - QL/QH. അതായത് QL/QH എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ റേഷ്യോ ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ റേഷ്യോ ആണ്. അപ്പോൾ റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിലാണെങ്കിൽ എഫിഷ്യൻസി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറും എന്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം? ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതായത് ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ റിസർവോയർ. ഒരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? റിസർവോയർ ടെമ്പറേച്ചറിന്, അല്ലെങ്കിൽ TH അല്ലെങ്കിൽ TL പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഒരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴും റിസർവോയർ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - QL/QH ആണ്. ഈ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിലും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിലും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? 1 - QL/QH ആണ്. ഇനി ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ ഈ QL/QH എന്നുള്ള റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? TL/TH എന്നുള്ള റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം? 1 - TL/TH എന്ന് എഴുതാം. അപ്പോൾ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? TH - TL/TH എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ഇത് എന്തിന് മാത്രമാണ് ആപ്ലിക്കബിൾ? റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ മാത്രമാണ് ആപ്ലിക്കബിൾ. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ TH - TL/TH. ഇനി സെയിം തന്നെ നമുക്ക് റിവേഴ്സിബിൾ റെഫ്രിജറേറ്ററിന്റെ കേസിലും റിവേഴ്സിബിൾ ഹീറ്റ് പമ്പിന്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ പറഞ്ഞു റെഫ്രിജറേഷന്റെ പെർഫോമൻസ് നമ്മൾ പറയുന്നത് എന്തിനാണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ടേംസിലാണ്. അപ്പോൾ ഒരു റെഫ്രിജറേഷന്റെ COPയുടെ ഇക്വേഷൻ എന്താണ്?
QL ഡിവൈഡഡ് ബൈ QH മൈനസ് QL ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ പ്രൊപ്പോർഷണൽ ടു റിസർവോയർ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റിവേഴ്സിബിൾ റെഫ്രിജറേറ്ററിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, COP ഈസ് ഈക്വൽ ടു TL ബൈ TH മൈനസ് TL എന്ന് എഴുതാം. റിവേഴ്സിബിൾ റെഫ്രിജറേഷന്റെ കേസിൽ നമുക്ക് COP ടെമ്പറേച്ചറിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം, TL ബൈ TH മൈനസ് TL എന്ന് എഴുതാം. അതുപോലെ ഹീറ്റ് പമ്പിന്റെ COPയുടെ ഇക്വേഷൻ എന്താണ്, QH ബൈ QH മൈനസ് QL ആണ്. അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ നമുക്ക് COPയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, COP ഈസ് ഈക്വൽ ടു TH ഡിവൈഡഡ് ബൈ TH മൈനസ് TL എന്ന് എഴുതാം. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം, റിവേഴ്സിബിൾ ഹീറ്റ് പമ്പിന്റെ കേസിൽ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം, COP ഈസ് ഈക്വൽ ടു TH ബൈ TH മൈനസ് TL എന്ന് എഴുതാം. അപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ ടേംസിൽ എഴുതുന്ന ഇക്വേഷൻസ് എപ്പോൾ മാത്രമാണ് ആപ്ലിക്കബിൾ, റിവേഴ്സിബിൾ സൈക്കിളിന്റെ കേസിൽ മാത്രമാണ് ആപ്ലിക്കബിൾ. ഇനി നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് എനർജി. നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലോ എനർജിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, ക്വാളിറ്റിയുടെ ബേസിസിലാണ്. അതായത് എനർജിക്ക് ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഇതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്. അതിന്റെ ഹയർ റിസർവോയർ ടെമ്പറേച്ചർ TH ആണ്, ലോവർ റിസർവോയർ ടെമ്പറേച്ചർ TL ആണ്. അത് നമ്മൾ 303 കെൽവിൻ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ തന്നിരിക്കുന്നത് ഹയർ ടെമ്പറേച്ചർ റിസർവോയറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം, എനർജിക്ക് ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ഹയർ ടെമ്പറേച്ചറിൽ ഹയർ ക്വാളിറ്റി ഓഫ് എനർജി ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എന്ത് കിട്ടുന്നുണ്ട്, കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹയർ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ഹയർ ക്വാളിറ്റി ഓഫ് എനർജി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സിന്റെ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.